അപ്പോൾ നല്ല ചൂടുള്ള യമനി റൊട്ടിയും ഇതിലേക്ക് ഫ്രൈഡ് ആയതുകൊണ്ട് ബീഫ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് കുരുമുളകും മറ്റു മസാലകളും വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് വരട്ടി നല്ല കറുപ്പ് കളറിലാക്കിയെടുത്ത ബീഫിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. യമനി റൊട്ടിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെ കേട്ടോ ഇത്. എൻ്റെ കുട്ടികൾ ഇങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സ്കൂട്ട് വരുമ്പോൾ പെട്ടെന്ന് കഴിക്കൂട്ടോ. അപ്പോൾ ബീഫിൻ്റെ റെസിപ്പി നോക്കുക. അതിനായിട്ട് ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഉലുവ വലിയ ജീരകം പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് വലിയ ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കാശ്മീരി മുളക് പൊടി ഇതും ചേർത്ത് നന്നായിട്ട് ചൂടായതിനു ശേഷം ബീഫ് ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് അതിൽ വെച്ച് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെന്തതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക.